അന്യഗ്രഹജീവികൾ ഭാഗം 5. പ്രപഞ്ചോൽപത്തി ഘട്ടത്തിൽ ഉയർന്ന ഊർജ്ജ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഊർജ്ജകണികകൾ ദ്രവ്യകണികകളായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ഉയർന്ന ഊർജ്ജ ചുറ്റുപാടുകളിൽ ദ്രവ്യകണികകൾക്ക് ഊർജ്ജകണികകളായി രൂപാന്തരപ്പെടാനും സാധിക്കുന്നതാണ്. അതുപോലെ ഉയർന്ന ഊർജ്ജം ലഭ്യമാകുന്ന കണികാത്വരകങ്ങൾ, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന പ്രസരണങ്ങൾ, കോസ്മിക് പ്രസരണങ്ങൾ മുതലായ ചുറ്റുപാടുകളിൽ അതിസൂക്ഷ്മ ദ്രവ്യകണികകൾ ഊർജ്ജകണികകളായി രൂപാന്തരപ്പെടുന്നതും ഊർജ്ജകണികകൾ ദ്രവ്യകണികകളായി രൂപാന്തരപ്പെടുന്നതുമൊക്കെ കാണാനാകും. ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ 2 ഇലക്ട്രോണുകൾ വിപരീത ദിശയിൽ അതിവേഗതയിൽ വന്നിടിച്ച് ഊർജ്ജകണികകളായ ഫോട്ടോണുകളായി മാറുന്നതും അസാധാരണമായി കാണാനാകില്ല. 2 കണികകളിലൊന്ന് ഇലക്ട്രോണും മറ്റൊന്ന് ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ള പ്രതികണികയും ആയതുകൊണ്ടാണ് അവ കൂട്ടിമുട്ടി ഉന്മൂലനം ചെയ്യപ്പെട്ട് ഫോട്ടോൺ കണികകളായി മാറിയതെന്നുള്ള അവകാശവാദം കേവലം ഭാവനയാണ്. ഉയർന്ന ഊർജ്ജമുള്ള ചുറ്റുപാടുകളിൽ എല്ലാ മൗലിക കണികകളും ഇതുപോലെ കൂട്ടിയിടിച്ച് ഊർജ്ജകണികകളായി രൂപാന്തരപ്പെടാവുന്നതേയുള്ളൂ. ഒരേ തരത്തിലുള്ള 2 കണികകളാണ് വന്നിടിക്കുന്നതെങ്കിൽ ഇരട്ടി ഊർജ്ജകണികകളും വ്യത്യസ്ത തരത്തിലുള്ള കണികകൾ വന്നിടിക്കുമ്പോൾ വ്യത്യസ്ത അളവിലുള്ള ഊർജ്ജകണികകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ചുറ്റുപാടുകളിലെ ഊർജ്ജം അല്പം കുറയുമ്പോൾ ഊർജ്ജകണികകൾ അതേ മൗലിക ദ്രവ്യകണികകളായി രൂപാന്തരപ്പെടുന്നതും കാണാനാകും. റേഡിയോ ആക്റ്റീവ് ഡീകേ വേളയിൽ അണുകേന്ദ്രത്തിൽ ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നത് ഇലക്ട്രോൺ വമിപ്പിച്ചുകൊണ്ടാണ്. ബീറ്റാ-ഡീകേ എന്നാണിതറിയപ്പെടുന്നത്. മാത്രമല്ല, ഒരു ഇലക്ട്രോൺ ആഗിരണം ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ ക്യാപ്ചർ റേഡിയോ ആക്ടിവിറ്റിയിൽ പ്രോട്ടോൺ ന്യൂട്രോണായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഭൗതികശാസ്ത്ര വിശദീകരണമെന്നിരിക്കെ പ്രോട്ടോണിൽ നിന്ന് ഒരു പോസിട്രോൺ കണിക കൂടി വമിപ്പിച്ചുകൊണ്ടാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ആകുന്നതെന്ന അവകാശവാദം എങ്ങനെ സ്വീകാര്യമാകും? പ്രോട്ടോണിനേക്കാൾ അല്പമെങ്കിലും ദ്രവ്യമാനം ന്യൂട്രോണുകൾക്ക് അധികമുണ്ടെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ആ അവകാശവാദം ശരിയല്ല. അതുകൊണ്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ആയിക്കൊണ്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേ സമയത്ത് വമിപ്പിക്കപ്പെടുന്നതായി പറയപ്പെടുന്ന കണിക ഒരു പോസിട്രോൺ ആണെന്ന വാദം സ്വീകാര്യമല്ല. പോസിട്രോൺ ഇല്ലെന്നൊരു വാദം ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ വൈദ്യരംഗത്ത് ഇതിനോടകം ഏറെ അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുള്ള പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാനിനെക്കുറിച്ച് അഥവാ പെറ്റ് സ്കാനിനെക്കുറിച്ച് അറിയുന്നവർ ഒരു വേള എന്നെ പരിഹസിച്ചേക്കാം. എന്നാൽ പെറ്റ് സ്കാനിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറിൻ 18 പോലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ ഡീകേ സമയത്തും പ്രോട്ടോൺ ന്യൂട്രോണായി മാറുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു പോസിട്രോൺ കണികയും ന്യൂട്രീനോ കണികയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായും പറയപ്പെടുന്നു. അതായത് 9 പ്രോട്ടോണുകളും 9 ന്യൂട്രോണുകളും ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് ഫ്ലോറിൻ 8 പ്രോട്ടോണുകളും 10 ന്യൂട്രോണുകളുമുള്ള ഓക്സിജൻ ആറ്റമായി രൂപപ്പെടുകയാണുണ്ടായത്. ആയതിനാൽ തദവസരത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെയൊരു പോസിട്രോൺ കണിക വമിപ്പിക്കപ്പെട്ടതായി കരുതാനാകില്ല. മാത്രമല്ല, ഫ്ലോറിൻ 18ന്റെ റേഡിയോ പ്രസരണ സമയത്ത് വമിപ്പിക്കപ്പെടുന്ന ഫോട്ടോണുകളുടെ തീവ്രത അളന്നുകൊണ്ടാണ് പെറ്റ് സ്കാനിലൂടെ രോഗനിർണയം നടത്തുന്നതെന്ന് കാണാനാകും. അല്ലാതെ പോസിട്രോൺ എന്ന പ്രത്യേക കണികകൾ തെരഞ്ഞുപിടിച്ചളന്നുകൊണ്ടല്ല രോഗനിർണയം നടത്തുന്നത്. മാത്രവുമല്ല, ദ്രവ്യകണികകളുടെ കൂട്ടത്തിലോ ദ്രവ്യകണികകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബലവാഹിക കണങ്ങളുടെ കൂട്ടത്തിലോ പോസിട്രോൺ എന്നൊരു കണിക ഏതെങ്കിലും ദ്രവ്യത്തിലുണ്ടായത് സ്റ്റാൻഡേർഡ് മോഡൽ കണിക ഭൗതികശാസ്ത്രം അവകാശപ്പെട്ടതായി കണ്ടിട്ടുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവിടെ ഒരു പോസിട്രോൺ കണിക കടന്നുവരാനിടയായത്? സ്റ്റാൻഡേർഡ് മോഡൽ ഒരു ഗണിത മോഡലായി പരിഗണിക്കാമെങ്കിൽ തീർച്ചയായും പോസിട്രോണിന് നൽകപ്പെട്ടിട്ടുള്ളതായ സ്ഥാനത്ത് ഒരു കണികയെ കുടിയിരുത്താനാകും. എന്നാൽ അതിന് പോസിട്രോൺ എന്ന പേര് നൽകിയത് ഒരു മിസ്നോമറായി പരിഗണിക്കാനേ നിർവാഹമുള്ളൂ. ആയതിനാൽ റേഡിയോ ആക്റ്റീവ് ഡീകേ സമയത്ത് അണുകേന്ദ്രം പൊളിച്ചുമാറ്റുന്നതിനിടയിൽ ഉത്സർജിക്കപ്പെടുന്ന ക്ഷീണ ബലവാഹിക കണങ്ങളും പ്രബല ബലവാഹിക കണങ്ങളും പ്രോട്ടോണുകളുടെ എണ്ണം കുറഞ്ഞതിനാൽ ആറ്റത്തിൽ നിന്ന് വമിപ്പിക്കപ്പെടേണ്ടതായ ഇലക്ട്രോണുകളും പരസ്പരം കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഊർജ്ജകണികകൾ അഥവാ ഫോട്ടോണുകളാണ് പോസിട്രോണുകളായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കണികാത്വരകങ്ങളിൽ കാണപ്പെടുന്നതുപോലെയുള്ള ഉയർന്ന ഊർജ്ജ ചുറ്റുപാടുകളിൽ തമ്മിൽ വേർതിരിച്ചറിയാനാകാത്ത ഒരവസ്ഥാന്തര ഘട്ടത്തിൽ അഥവാ മെറ്റാമോർഫിക് ഫേസിലാണ് ദ്രവ്യകണികകളും ഊർജ്ജകണികകളും ഉണ്ടായിരിക്കുക. തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്ന ഇത്തരം കണികകൾ ചിലയിടങ്ങളിലൊക്കെ പരസ്പരം കൂട്ടിമുട്ടി പ്രകാശകണികകളായി അപ്രത്യക്ഷമാകുന്നതും തിരികെ വീണ്ടും ദ്രവ്യകണികകളായി പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ നിരീക്ഷിക്കാനാകും. ഊർജ്ജ അളവിൽ തൽക്ഷണം ഏറ്റക്കുറച്ചിലുകൾ അഥവാ എനർജി ഫ്ലക്ച്വേഷൻ സാധ്യമാകുന്ന ഇത്തരം രംഗങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവനവന്റെ മനോധർമ്മമനുസരിച്ച് ഈ സംഭവങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുമാകും.
കണങ്ങൾ കൂട്ടിമുട്ടി ഉന്മൂലനം ചെയ്യപ്പെടുന്നത് സംഹാരവും ശൂന്യതയിൽ നിന്ന് ദ്രവ്യകണികകൾ ഉണ്ടാകുന്നത് സൃഷ്ടികർമ്മവുമായി ചിലർക്കൊക്കെ അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ കണങ്ങൾ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതൊരു സൃഷ്ടിസ്ഥിതി സംഹാര നടരാജതാണ്ഡവ വേദിയായി അനുഭവപ്പെട്ടു എന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല. ഊർജ്ജകണികകൾക്കും ദ്രവ്യകണികകൾക്കുമിടയിലുള്ള അവസ്ഥാന്തരഘട്ടം പലർക്കും ഭൗതികത്തിനും അതിഭൗതികത്തിനുമിടയിൽ ചാഞ്ചാടിക്കളിക്കാനാകുന്ന ഒരു മേഖലയാണ്. എന്നാൽ ഇത്തരം നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോസിട്രോണുകൾ പോലുള്ള പ്രതികണങ്ങളെ കണ്ടെത്തിയതായി അവകാശപ്പെട്ടുകൊണ്ട് കോടികൾ കറൻസികൾ കൈയാളാനാകുന്ന പ്രതിദ്രവ്യ നിർമ്മാണത്തിലും അതിലേറെ ചിലവ് വരുന്ന പ്രതിപ്രപഞ്ചങ്ങളെ തേടിയുള്ള അന്വേഷണങ്ങളിലും മുഴുകിയിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ആരെങ്കിലും സംശയിച്ചു തുടങ്ങിയാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല.